ഭക്തിയില്ലാത്തവർ ഭരിക്കാൻ വരുമ്പോൾ അതിനെ തടയാൻ നമുക്ക് സാധിക്കണം. താൽക്കാലികമായ വ്യക്തി വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല ഹിന്ദു സമൂഹത്തിന്റെ ഐക്യമെന്ന്. താൽക്കാലികമായ വ്യക്തി വിദ്വേഷത്തിന് മുന്നിൽ ഹിന്ദു സമൂഹം തകരരുത്. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. പല ആദർശ വ്യത്യാസങ്ങളുണ്ടാവും. ആ ആദർശ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ സമുദായത്തിനോ ദോഷം വരുന്ന വിധത്തിൽ ആവാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ രാഷ്ട്രത്തെ ആയിരക്കണക്കിന് വർഷത്തെ അടിമത്തത്തിലേക്ക് നയിച്ച കഥ അറിയാവുന്നവരാണ് ഹിന്ദുക്കളെങ്കിൽ ഇവിടെ ബോധവാന്മാരാകണം. നൂറ്റാണ്ടിന്റെ 75 വർഷത്തിന്റെ പരിശ്രമത്തിന്റെ അടയാളങ്ങളാണ്, ഫലങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. ഈശ്വര കോപം ഉണ്ടായിരിക്കും, ഈശ്വര കോപം ഉണ്ടായിരിക്കും. ഭിന്നിച്ച ഒരു സമുദായത്തിലേക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. വരും തലമുറയിലേക്ക് ഇതേ ഇസ്സത്തോടുകൂടി ഈ ഹരിത പതാക കൈമാറ്റം ചെയ്യാനുള്ള ആർജവമുള്ള വനിതകളായിട്ട്, വനിതാരത്നങ്ങളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഈ മതേതരത്വം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ സാധിച്ചു? കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഉണ്ടായിട്ടില്ല.